കവട എത്താറായി. കവട വേണ്ട, മരുഭൂമിയാ. ഇങ്ങനെ പോകണ ഈ റോഡ് വേണ്ട, എവിടെ നോക്കിയാലും മരുഭൂമിയാണ്. ഇപ്പൊ സമയം 6:40 6:40 ഇത് നോക്കിയ എത്താത്തോളം എങ്ങനെ നോക്കിയാലും എത്തില്ല. അത് ആദ്യം ഒരു വീടോ ഒരു ഇതൊന്നുമില്ല. കുറേ പോത്തുകളുണ്ട്, കുറേ ജോലികളുണ്ട് ഇവിടെ. ഈ വഴി കൂടെയാണ് ഈ ഡ്രൈവർമാര് പലചര സാധനങ്ങളായാലും വീട്ടു സാധനങ്ങളായാലും ഒക്കെ പോയി ലോഡ് കയറ്റി കൊണ്ടുവന്ന് നിങ്ങൾക്കൊക്കെ തരണത്. ആ ഡ്രൈവർമാരെ പുച്ഛിക്കാനോ കളിയാക്കാനോ പാടില്ല. കാരണം അറിയോ, രാത്രിനെ പകലാക്കി പകലിന് രാത്രിക്ക് ഓടുന്ന ആൾക്കാരാണ് ഡ്രൈവർമാർ. അവരൊരു 10 ദിവസം സ്ട്രൈക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം കഴിഞ്ഞു, എല്ലാ കത്തിക്കലും കഴിയും. ഇതാണ് സംഭവങ്ങൾ. ഈ വഴി കൂടെ ഒക്കെ രാത്രി വരാൻ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് അവിടെ എത്തണമെങ്കിൽ ഒരു 100 കിലോമീറ്റർ താഴെയുണ്ട് അങ്ങടെ എത്താൻ. ഇതിനിടയ്ക്ക് ഒരു ദാബയിൽ ഒതുക്കണം. ദാബയിൽ ഒതുക്കിയിട്ട് വേണം ബില്ല് മാറാൻ. ബില്ല് മാറാൻ കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡും ലൈസൻസും ഒക്കെ കൊടുക്കണം അവിടെ. എന്നിട്ട് അവർ പോയി മിലിറ്ററിയിൽ ഇവിടെ ഒക്കെ പോയി ബില്ല് ഇതാക്കി കൊണ്ടുവരും. എന്നിട്ട് വേണം ലോഡ് ഇറക്കാൻ. ആണോ, തരിശ് ഭൂമിയാ. പോകണം. ലോറി ഡ്രൈവർമാരെ ഒരിക്കലും കളിയാക്കാനോ, നമ്മുടെ തമിഴ്നാട്ടിൽ വണ്ടിയാണ് പോണത് മുന്നിൽ, കളിയാക്കാനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ നിൽക്കരുത്. പരമാവധി അവർക്ക് വഴിയൊരുക്കി കൊടുക്കുക. കാരണം ഇത്രയൊക്കെ ദൂരത്തുനിന്ന് വന്നിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തണത്. കാരണം ഇവിടെയൊക്കെ വണ്ടികളൊക്കെ പോകണണ്ട, നല്ല സൈഡൊക്കെ ഒതുക്കി അവർ ഭംഗിയായിട്ടാണ് പോണത്. നമ്മുടെ നാട്ടിൽ വരുമ്പോഴാണ് മാത്രമുള്ള ഈ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? ആ ലോറിക്കാർ തമിഴനാണോ കർണാടകക്കാരനോ ആരായിക്കോട്ടെ, അവർക്ക് വഴിയൊരുക്കി കൊടുക്കുക. കാരണം അവർക്ക് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കണം. അതിന് പോലും സമയമില്ലാണ്ടാണ് അവർ ഈ ഡ്രൈവ് ചെയ്യണത്. അപ്പം എൻ്റെ കാര്യം തന്നെ എടുക്കാമല്ല. അതല്ലേ, എന്നെ രാജ്കോട്ട് പോലീസുകാരുടെ നടന്നു ഇന്നലെ. ഇത് കാലത്ത് അവിടെ നിന്ന് സാറിനോട് സംസാരിച്ച് അവർ എന്നെ റിലീസ് ചെയ്തു, വണ്ടി റിലീസ് ചെയ്തു. അത് ചെറിയൊരു പ്രശ്നം, വേറെ ഒന്നുമല്ല. ചാർജ് 500 വേണമെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തില്ല. ലാസ്റ്റ് അത് ഓൺലൈൻ വഴി വിടാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കാലത്ത് വിട്ടത്. സഹായത്തിനൊക്കെ അസ്ലാലിയിൽ ഒക്കെ വിളിച്ചു. എല്ലാവരും അവരുടേതായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഗുജറാത്ത് ഭാഷ ഇതിൻ്റെ ആകപ്പെട്ടു. എന്താണ് അതിൽ ചാർജ് ചെയ്ത് പറയണ്ടേ? സീറ്റ് ബെൽറ്റ് ഇല്ല, ബുക്കുകളില്ല, ഡോക്യുമെൻ്റ് ഇല്ല എന്നാണ് ചെയ്തേക്കുന്നത്. ഡോക്യുമെൻ്റും ഉണ്ട്, സീറ്റ് ബെൽറ്റും ഉണ്ട്. അവർക്ക് 500 കൊടുക്കാത്ത ദേഷ്യമാണ് അവർ ചാർജ് ആക്കിയത്. അത് കുഴപ്പമില്ല. ഇവിടം വരെ എത്തിയിട്ടുണ്ട്. വൈറ്റ് റാണ കവട അവിടെ കുടിലേട്ടിക്കണണ്ട, ഒരു ചെറിയ കുടിയല്ല. അതിന് എങ്ങനെ ജീവിക്കണം എന്ന് റബ്ബിനറിയാം. നമ്മുടെ നാട്ടിൽ ഈ നിങ്ങൾ അവിടുന്ന് ആൾക്കാർ ഇവിടെ ഒന്ന് ജീവിക്കുക, ഇവിടുത്തെ ആൾക്കാർ അങ്ങോട്ട് പോയി ചോദിച്ചാൽ സ്വർഗമോ? നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നവർക്ക് സ്വർഗമാണ്. അതല്ലേ ജീവിക്കുക. ഇതൊക്കെ കാണുമ്പോഴല്ല നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇവിടെ ജീവിച്ചു നോക്കണം. 10 മിനിറ്റ് നിൽക്കില്ല ഇവിടെ തിരിച്ചു കൊടുത്ത്. ഇപ്പം 6:48 അപ്പോഴും ഇവിടെ നിൽക്കണ നോക്കി എങ്ങനെയാന്നുള്ളത്. സന്ധ്യ ആയിട്ടില്ല ആണോ? വെയിൽ സൂര്യനെ ഇതാക്കിയില്ല. സൂര്യൻ അവിടെയാണ്, സൂര്യൻ അവിടെ. നമ്മളുടെ സൂര്യൻ ഈ ഭാഗത്താണ്.
അഹങ്കരിക്കാതെ ആകെ കുറച്ച് നിമിഷങ്ങളുള്ള നമ്മുടെ ജീവിതം, അത് തല്ലുകൂടാതെയും തല തല്ലിപ്പൊളിക്കാതെ ജീവിക്കുക. എങ്ങനെയാ എവിടെയാന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇങ്ങനെ പോകണേ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നോക്കത്ത ആ ദൂരത്ത് കണ്ണും നട്ട്. ഓക്കെ, ബൈ. അപ്പോൾ ഇതിൽ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, ഇത് നിങ്ങളുടെ ഇഷ്ടമായി ചെയ്യുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.